ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ഇന്ന് നമുക്ക് രണ്ട് അടിപൊളി ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ഈ വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവറിന്റെ അടിവശവും മുകൾ വശവും നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് നിവർത്തി വെച്ച് കൊടുത്തതിന് ശേഷം അതിന്റെ സൈഡ് വശവും കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നീട് നമ്മളിവിടെ ഒരു കാർഡ്ബോർഡ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്കൊരു റൗണ്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കണം. കാർഡ്ബോർഡ് പീസിൽ ഈ ഒരു അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പ് വരച്ചെടുത്തു. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതിലേക്ക് അതൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആ പ്ലാസ്റ്റിക് കവറിന്റെ ഭാഗം ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വാൾ ഡെക്കറാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെയാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പം നമ്മൾ ഫെവി ബോണ്ട് വെച്ചാണ് അതെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഇന്നത്തെ രണ്ട് ക്രാഫ്റ്റ് ഐഡിയകളും പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തു. ഡ്രസ്സിലൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന ഇതുപോലത്തെ സ്പോഞ്ച് കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളൊന്ന് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ വരച്ചെടുത്തതിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. അതിന് മുൻപായിട്ട് നമുക്ക് ഇതിലൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളതിൽ പെയിന്റ് ഒക്കെ കൊടുത്തെടുത്തു. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഫെവി ബോണ്ട് വെച്ച് നമ്മൾ അത് ഒട്ടിച്ചെടുക്കുമ്പോൾ അത് ഒട്ടിക്കിട്ടുന്നത് വരെ കുറച്ച് സമയം നമ്മളൊന്ന് പിടിച്ചു കൊടുക്കണം. ഇനി നമ്മളത് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതുപോലെ നമുക്കത് ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള പൂക്കളും പ്ലാസ്റ്റിക് കവറുകൾ വെച്ചാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറിന്റെ അടിവശവും മുകൾ വശവും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതൊന്ന് നിവർത്തി വെച്ച് കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഇനി നമ്മൾ അത് ഇവിടെ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് വെച്ച് ഫ്ലവർ ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ആയിട്ട് നമുക്ക് നൂല് വെച്ച് ടൈറ്റ് ആക്കി ഒന്ന് കെട്ടിക്കൊടുക്കാം. നൂല് വെച്ച് കെട്ടിക്കൊടുത്തതിന് താഴെയുള്ള കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇതിന്റെ ഈ ഒരു ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിന്റെ ഈ ഒരു ഭാഗം ചെറുതാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. പ്ലാസ്റ്റിക് കവർ വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിന്റെ ഓരോ ലെയറുകളും ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കണം. ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ച് സിമ്പിളായി ഇതുപോലെ ഒരു ഫ്ലവർ ചെയ്തെടുത്തു. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് പീസും ഇതുപോലെ ഫ്ലവർ ആക്കി എടുത്തു. വേറെ രണ്ട് പൂക്കൾ കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ വെച്ച് ഇലകൾ ചെയ്തെടുക്കണം. ഈ ഒരു പ്ലാസ്റ്റിക് കവർ നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും നമ്മളത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് ചുരുക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ അത് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് കുറച്ച് ചെരിച്ചാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മളത് നൂല് വെച്ച് ഇവിടെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ ഓരോ ഇലകളും ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഇതാ ഇതുപോലെയാണ് നമ്മുടെ ഇല നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിന്റെ ബാക്കിയുള്ള പീസ് വെച്ച് നമ്മൾ ഇല ചെയ്തെടുക്കുകയാണ്. ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ വെച്ച് നമ്മൾ ഇത്രയും ഇലകൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളും ഇലകളും എല്ലാം നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. അതിന് മുൻപായിട്ട് ഇവിടെ ആയിട്ട് നമ്മളൊരു ലൈസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം പൂക്കളാണ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഐഡിയകൾ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പ്ലാസ്റ്റിക് കവറുകളൊക്കെ കിട്ടുന്നവർ നമ്മുടെ ഇന്നത്തെ രണ്ട് ക്രാഫ്റ്റ് ഐഡിയകളും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കൾ നമ്മൾ ഇതുപോലെയാണ് അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇലകൾ കൂടെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്.
അതിനു വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. അതുപോലെ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കുകളെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ പറയണേ. ഇതുപോലെ കുറച്ച് ഇലകൾ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി ബാക്കിയുള്ള ഇലകളെല്ലാം നമ്മൾ ഫ്ലവറിന്റെ ഇടയിലൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഇലകളും അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇതുപോലെയാണ് നമ്മുടെ വാൾ ഡെക്കർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സിമ്പിൾ അല്ലേ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാനായിട്ട്? ഇനി നമുക്കിതിന്റെ ബാക്കിലായിട്ട് ചുമരിൽ തൂക്കിയിടാനുള്ളതും ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് കവറുകളെല്ലാം വെച്ച് ഇതുപോലെ ഒരു വാൾ ഡെക്കറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ഇനി നമ്മുടെ രണ്ടാമത്തെ ക്രാഫ്റ്റ് വർക്ക് നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവറിന്റെ അടിവശവും മുകൾ വശവും നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. അതിനുശേഷം നമുക്കതൊന്ന് നിവർത്തി വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് അതിൽ റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. നമ്മൾ അതിൽ വരച്ചെടുത്തിട്ടുള്ളത് കട്ട് ചെയ്തെടുത്തു. 2 റൗണ്ട് പീസുകളാണ് നമ്മൾ അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം അതിന്റെ നടുക്കായിട്ട് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് പീസ് വെച്ച് ഫ്ലവർ ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിവിടെ ഒരു ഈർക്കിളിയും കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നൂലും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം ഇതുപോലെ ഈർക്കിളിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അവിടെ നമുക്ക് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗം ഈർക്കിളിയിലേക്ക് വെച്ച് ഇതുപോലെ നൂല് വെച്ച് കെട്ടിക്കൊടുക്കണം. അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ച് ഇതുപോലെ ഒരു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിക്കേണ്ട. ആദ്യം നമുക്കിതൊരു പൂമൊട്ട് പോലെ ആക്കിയെടുക്കണം. ഇനി നമ്മളതൊന്ന് വിടർത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഈർക്കിളിയിലേക്ക് വെച്ച് കൊടുക്കണം. ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നൂല് വെച്ച് കെട്ടിക്കൊടുക്കാം. ഇപ്പൊ നമുക്കിതൊരു പൂമൊട്ട് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ പൂമൊട്ട് നമുക്കൊന്ന് വിരിയിച്ചെടുക്കണ്ടേ? അപ്പൊ നമ്മൾ നൂല് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം മുകളിലേക്ക് ഇതുപോലെ പൊക്കി കൊടുക്കണം. ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്കതൊരു ഫ്ലവർ ആയി കിട്ടും. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയി ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവർ ആണ്. പ്ലാസ്റ്റിക് കവർ വെച്ച് ഇതുപോലെ ഒരു ഫ്ലവർ ആണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഫ്ലവർ നമ്മൾ ഇതുപോലെ ഒന്ന് കൂട്ടി പിടിച്ചു കൊടുക്കുകയാണ്. ഇതിൽ നമുക്കിനി പെയിന്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ആയിട്ട് ഇതുപോലെയാണ് നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഈ 2 ക്രാഫ്റ്റ് ഐഡിയകളും മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മൾ പെയിന്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ അതിന്റെ നടുക്കും പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലവറിന്റെ നടുക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തതും ഒട്ടിച്ചു കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2 റൗണ്ട് പീസുകളും നമ്മൾ ഫ്ലവർ ആക്കി എടുത്തു. ഇനി ഇതിന്റെ തണ്ടിൽ നമുക്ക് ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇതുപോലെ വീതി കുറഞ്ഞ പീസ് നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്കൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ ഇലകളൊന്നും വെച്ച് കൊടുക്കുന്നില്ല. നമ്മുടെ ആദ്യത്തെ ക്രാഫ്റ്റ് വർക്കിൽ കാണിച്ചെടുത്തതുപോലത്തെ ഇലകൾ ചെയ്തെടുത്ത് ഇതിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മൾ 2 ഫ്ലവറിന്റെ തണ്ടിലും ചുറ്റി കൊടുത്തു. ഇതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് പൂക്കൾ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് 2 ക്രാഫ്റ്റ് ഐഡിയകളാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളിൽ നിങ്ങൾക്ക് ഏത് ക്രാഫ്റ്റ് വർക്കാണ് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളതെന്ന് പറയണേ. ഇതുപോലെ പല കളർ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് കുറേ പൂക്കൾ ചെയ്തെടുക്കുകയാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പല കളർ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ചെയ്ത് നോക്കുക. അപ്പൊ എങ്ങനെയുണ്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള പൂക്കൾ കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ?
അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ 2 ക്രാഫ്റ്റ് വർക്കുകളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.